കഴിഞ്ഞ ദിവസം ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത ഒരു തെലുങ്ക് സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സ്പാർക്ക് ലൈഫ് എന്നാണ് സിനിമയുടെ പേര്. തെലുങ്ക് ഭാഷ കൂടാതെ മലയാളം, തമിഴൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ജേണർ എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിക്, ആക്ഷൻ, ക്രൈം ത്രില്ലർ, സയൻസ് ഫിക്ഷൻ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയായിട്ടാണ് ഈ ഒരു സിനിമയുടെ ആ ഒരു ജേണർ വരുന്നത്. മൈൻഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് പിന്നെ എന്താ പറയുക, നാടിന് വലിയൊരു ആപത്ത് വരുത്താമെന്ന് അങ്ങനെ കുറച്ച് സംഭവം മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ഫിക്ഷൻ രൂപത്തിലാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പിന്നെ ഒരു റിയൽ ഇൻസിഡൻ്റ് ആയിട്ട് വരുന്ന സംഭവമാണെന്നൊക്കെയാണ് പറയുന്നത്. റിയലായിട്ട് നടന്ന കുറച്ച് സംഭവത്തെ ആസ്പദമായിക്കൊണ്ടെടുത്ത സിനിമയാണെന്നാണ് ഈ സിനിമ അവകാശപ്പെടുന്നത്. ഈ സിനിമയുടെ ലാസ്റ്റ് ഇതിൻ്റെ റിയലായിട്ട് നടന്ന സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പേപ്പർ ക്ലിപ്പിങ്സ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്ത്യയിലല്ല, പുറത്തായിരുന്നു ഈ സംഭവങ്ങളൊക്കെ നടന്നതാണ് കാണിക്കുന്നത്. എന്തായാലും സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഇതാണ്. മൈൻഡ് കൺട്രോളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ഫിക്ഷൻ രൂപത്തിലാണ് സിനിമ പോകുന്നത്. അതിൽ നടക്കുന്ന ക്രൈം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ആ ഒരു കണ്ടൻറ്റ് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു കണ്ടൻറ്റ്, ആ ഒരു സംഭവം, ആ ഒരു കൺസെപ്റ്റ് രസമുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മളിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിച്ചെങ്ങനെ പറഞ്ഞാൽ ഏകദേശം 2.25 മണിക്കൂർ എടുത്തിട്ടുണ്ട് സിനിമയുടെ നേർക്ക് വരുന്നത്. വെറുതെ വലിച്ചു നീട്ടി, വെറുതെ അനാവശ്യമായ കുറേ സീനുകൾ കുത്തിക്കയറ്റി വെറുതെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന പോലെ തോന്നി ഈ ഒരു സിനിമ. അല്ലെങ്കിൽ നല്ലൊരു സിനിമയാവുമായിരുന്ന ഒരു സിനിമയാണ് സ്പാർക്ക് ലൈഫ് എന്ന് പറഞ്ഞ ഒരു സിനിമ. പെർഫോമൻസ് ആണ് എനിക്ക് ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് ഈ സിനിമയിൽ തോന്നിയെന്നുള്ളത്. പിന്നെ ലെജൻഡ് ശരവണൻ്റെ അനിയനോ അല്ലെ മകനോ പറ്റാന്ന് തോന്നി ഈ സിനിമയിൽ നായകനായിട്ട് വന്നിരിക്കുന്നത്. മുഖത്തൊരു ആകെ ഒരൊറ്റ എക്സ്പ്രഷൻ ഉണ്ട് മുഖത്ത് ഇങ്ങനെ നിൽക്കുന്നത്. വേറെ ഒരു ഇതുമില്ല. എന്ത് അടി കിട്ടിയാലും എന്ത് വന്നാലും മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻ മാത്രം. ഞാൻ പറഞ്ഞില്ല, ലെജൻഡ് ശരവണൻ്റെ അനിയനോ മകനായിട്ടാണെന്ന് തോന്നുന്നു ഈ സിനിമയിൽ നായകനായിട്ട് വന്നിരിക്കുന്നത്. അതൊരു വലിയൊരു പോരായ്മയായിരുന്നു ഈ സിനിമയിൽ നായകൻ എന്നുള്ളത്. പിന്നെ നല്ലൊരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ നല്ലൊരു നായകനൊക്കെ വെച്ച് ചെയ്യായിരുന്നെങ്കിൽ. ഇത് അഭിനയിക്കാൻ അറിയോ എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ മുഖത്ത് വേറൊരു എക്സ്പ്രഷൻ വരുന്നില്ല. അതാണ് ഏറ്റവും ഈ പെർഫോമൻസ് ആയിരുന്നു ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം. പിന്നെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു സംഭവമായിട്ടുള്ള ട്വിസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാതെ. പിന്നെ നെഗറ്റീവ് ഞാൻ പറഞ്ഞല്ലോ, ലെങ്ത്താണ്. 2.25 മണിക്കൂർ എടുത്തിട്ട് സിനിമയുടെ നേരത്തെ വരുന്നത്. കണ്ടിരിക്കാം, വെറുതെ ഒന്ന് സമയം കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ്, ഒരു ത്രില്ലർ മൂവിയായിട്ടാണ് തോന്നിയത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. പിന്നെ ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു സംഭവം കൊള്ളാമായിരുന്നു. പക്ഷേ അത് കുറച്ചുകൂടി നല്ല രീതിയിലൊക്കെ എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു നല്ലൊരു മൂവിയാകുമായിരുന്ന സിനിമയാണ് സ്പാർക്ക് ലൈഫ് എന്ന് പറഞ്ഞ ഒരു സിനിമ. വെറുതെ സമയമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അത്രയും സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.